പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. രാഘവന്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ എല്ലാവരും ഞെട്ടി. ഈ കാഴ്ച കണ്ട ചിലർ അതിശയത്തോടെ രാഘവനെ നോക്കുമ്പോൾ മറ്റു ചിലരുടെ മുഖത്ത് ദയനീയ ഭാവമായിരുന്നു. റിയാസിന്റെയും ഗ്യാങ്ങിന്റെയും സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കാമെന്ന ഭയത്താൽ മിത്രയുടെ ഉള്ളം പേടിക്കൊണ്ട് നിറഞ്ഞു. താൻ എന്താടോ കരുതിയത്? നിങ്ങളൊക്കെ വരട്ടിയ നീയൊക്കെ പറഞ്ഞാൽ അതുപോലെ അനുസരിക്കുന്നവരുണ്ടാകും. എന്നാ ഈ അനുരാധയെ കൂടുതൽ കൂട്ടണ്ട. അടികൂടാതെ രാഘവനെ നോക്കി വീറോടെ പറഞ്ഞു. ഇത്രയും പിള്ളേർ നോക്കി നിൽക്കി അടിച്ചതും അവളുടെ ഡയലോഗ് കൂടിയായത് റിയാസ് ദേഷ്യം സഹിക്കവയ്യാതെ അവൾക്ക് നേരെ ചീറിയെടുത്തതും രംഗം വഷളാകുമെന്ന് മനസ്സിലാക്കിയ അവിടെയുള്ള കുറച്ച് അധ്യാപകർ റിയാസിനെയും കൂട്ടാളികളെയും പിരിച്ചു വിട്ടു. നിന്നെ കൈ കിട്ടും, ഒന്നതിനൊക്കെയുള്ളത് ചേർത്ത് തന്നോളാം ഞാൻ. രാഘവനോട് ശബ്ദം കുറിച്ച് പകയോട് അത്രയും പറഞ്ഞ് റിയാസ് തന്റെ കൂട്ടുകാരോടൊപ്പം അവിടുന്ന് പോയതും ബാക്കിയുള്ള കുട്ടികളും അധ്യാപകരും രാഘവൻ അത്ഭുത ജീവിയെ പോലെ നോക്കി നിന്നു. ഷോ, എനിക്ക് വയ്യ, ഞാൻ ഇത്ര ഇവിടുന്ന് ഫേമസ് ആകുമെന്ന് കരുതിയില്ല. എല്ലാവരുടെയും അത്ഭുതത്തോടെയുള്ള നോട്ടം കണ്ട് രാധ സ്വയം പൊങ്ങിക്കൊണ്ട് പറഞ്ഞു. രാധു പറഞ്ഞത് കേട്ട് ബോധം വന്ന മിത്ര അവളുടെ കയ്യിലൊന്ന് പിച്ചു വെച്ച് കൊടുത്തു. നീ എന്തിനാ രാധ അവരുമായിട്ട് വെറുതെ വഴക്കിന് പോയത്? അവർ വെറുതെ ഇരിക്കില്ലേ നീ? മിത്ര പേടിയോടെ നഖം കടിച്ചുകൊണ്ട് പറഞ്ഞതും രാധ അവൾ ദേഷിച്ചു നോക്കി. പിന്നെ ഞാൻ എന്ത് വേണം? എനിക്ക് തെറ്റായി തോന്നിയത് കൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത്. അതിന് നീ അവർ പകരം വിട്ടാൻ വന്ന എനിക്കൊരു ചുക്കുമില്ല. രാധ മിത്രയെ നോക്കി അത്രയും പറഞ്ഞ് മുന്നോട്ട് നടന്നു. അപ്പോഴേക്കും അവിടെയുള്ള അധ്യാപകർ കൂട്ടം കൂടി നിൽക്കുന്ന പിള്ളേരെ ഓടിച്ചു വിടാൻ തുടങ്ങിയിരുന്നു. എന്താ ഇവിടെ? കൂട്ടം കൂടി നിൽക്കുന്നതിനിടയിൽ പിരിഞ്ഞു പോകുന്ന കുട്ടികളെ നോക്കി ഡേവിഡ് ഒപ്പം ക്യാൻറ്റീനിലേക്ക് വന്ന ധ്യാൻ മിത്രയെ നോക്കിക്കൊണ്ട് ചോദിച്ചതും മിത്ര നടന്ന കാര്യങ്ങളൊക്കെ വള്ളി പുള്ളി തെറ്റാതെ അവരോട് പറഞ്ഞു കൊടുത്തു. ഇരുവരും അത്ഭുതത്തോടെ രാധുവിനും ഇടിച്ചു നോക്കിയതും ഇപ്പൊ സീലിംഗ് തട്ടുന്ന അവസ്ഥയിലായിരുന്നു രാധു. എന്റെ രാധു, തനിക്ക് അവരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു? നമ്മൾ കരുതും പോലെ ഉള്ളവരല്ലവര്. മിത്ര പറഞ്ഞത് കേട്ട് രാധവനെ കനപ്പിച്ച് നോക്കിക്കൊണ്ട് ഡേവിഡ് പറഞ്ഞു. അല്ലേലും വഴിയെ പോകുന്ന വയ്യാബിലെടുത്ത് തലയിൽ വെക്കാൻ അവള് മിടിക്കുകയാണല്ലോ. ധ്യാൻ മുകളിലേക്ക് നോക്കി താടി തടവിക്കൊണ്ട് പറഞ്ഞു. അത് പിന്നെ ഇവളോടായാലും അവർ പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ധ്യാൻ പറഞ്ഞു കേട്ട് അവനെ കൂർപ്പിച്ച് നോക്കി രാധു ഡേവിഡിനോട് പറഞ്ഞു. ഏതായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി അവരെന്തെങ്കിലും പ്രശ്നത്തിന് വന്നാൽ അധ്യാപകരോട് പറഞ്ഞാൽ മതി, അല്ലാതെ തിരിച്ച് നിങ്ങളായിട്ട് പ്രശ്നത്തിന് പോകണ്ട. ഡേവിഡ് രാധവിന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞതും രാധു ശരിയെന്ന രീതിയിൽ തലയാട്ടി. എന്നാ ഇനി ഇവിടെ ചുറ്റിത്തിരിയാതെ ക്ലാസ്സിലേക്ക് പോക്കോ നിങ്ങൾ. ഡേവിഡ് അതും പറഞ്ഞ് മിത്രയുടെ മുഖത്തേക്ക് നോക്കി. മിത്ര ഡേവിഡിനെ നോക്കി കണ്ണിറക്കി കാണിച്ചതും ഡേവിഡ് വെപ്പളാത്തിൽ അവളിൽ നിന്ന് മുഖം തിരിച്ചു. അത് കണ്ട് മിത്രയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ഓ, നിങ്ങളുടെ ഒരു ചാട ഇപ്പൊ ശരിയാക്കി തരാൻ ഞാൻ. മിത്ര പല്ല് കടിച്ച് സ്വയം പറഞ്ഞ് ഡേവിഡിന്റെ അരികിലേക്ക് പോയതും ഡേവിഡ് സംശയത്തോടെ മിത്രയെ ഉറ്റുനോക്കി. ഞൊടിയുടെ നേരം കൊണ്ട് മിത്ര പേരുവരിൽ ഉയർന്നു പൊങ്ങി ഡേവിഡിന്റെ കവളിൽ ചുണ്ടുകൾ ചേർത്തു. ഈ കാഴ്ച കണ്ട് അന്തം വിട്ടു നിൽക്കുന്ന രാധവിന്റെ കയ്യിൽ പിടിച്ച് വലിച്ച് അവൾ ഓടിപ്പോയിരുന്നു. പെട്ടെന്നുള്ള മിത്രയുടെ പ്രവൃത്തിയിൽ ഡേവിഡ് ഞെട്ടിപ്പോയെങ്കിലും അവന് വല്ലാത്ത നാണക്കേട് തോന്നി. എന്താടാ? ധ്യാനിന്റെ ചിരി കണ്ട് ഡേവിഡ് ദേഷ്യത്തിൽ ചോദിച്ചതും ധ്യാനൊരാക്കി ചിരിയോട് ഒന്നുമില്ലെന്ന രീതിയിൽ തലയാട്ടി മുന്നോട്ട് നടന്നു. ധ്യാനിന്റെ കളിയാക്കലും ഒപ്പം മിത്രയുടെ പ്രവൃത്തി കണ്ട് തന്നെ നോക്കി എന്തൊക്കെയോ അടക്കം പറഞ്ഞ് ചിരിക്കുന്ന മറ്റു കുട്ടികളെ കൂടി കണ്ടതും ഡേവിഡിന് എന്തെന്നില്ലാതെ ദേഷ്യം മിത്രയോട് തോന്നി. ഉച്ചയ്ക്ക് ശേഷമുള്ള പീരീഡിന് ക്ലാസ് എടുക്കാനുള്ള സാറ് ലീവായതുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞതും കേട്ട പാതി കേൾക്കാത്ത പാതി അവർ വേഗം എടുത്ത് പുറത്തേക്ക് നടന്നു. നാളെ കാലത്തേലെ ട്രെയിനിന് ഞാൻ നാട്ടിൽ പോകും. പിന്നെ തിങ്കളാഴ്ച രാവിലെ ക്ലാസ്സിലെത്താൻ കണ്ടേ തിരിച്ചു വരുവേ. ബസ് സ്റ്റോപ്പ് ലക്ഷ്യം വെച്ച് നടക്കുന്നതിനിടയിൽ രാധ കല്യാൺ ഡ്രസ് എടുക്കാൻ പോകുന്നതിനെ കുറിച്ച് മിത്രയോട് പറഞ്ഞു. അതെന്താ ഇത്ര പെട്ടെന്ന്? അടുത്ത ആഴ്ചയിലെ ഡ്രസ് എടുക്കാൻ പോകാൻ തീരുമാനിച്ചത്? ആയിരുന്നു, ബട്ട് അന്ന് സൂര്യയുടെ വീട്ടുകാർക്ക് വേറെന്തോ പ്രോഗ്രാം ഉള്ളത്. അതുകൊണ്ട് അടുത്ത ആഴ്ച അവർക്ക് പറ്റില്ല. അതുകൊണ്ട് നാളെ കഴിഞ്ഞുള്ള സൺഡേ എടുക്കാൻ തീരുമാനിച്ചു. രാധ മിത്രക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് നൽകിക്കൊണ്ട് പറഞ്ഞു. കുറച്ചു നേരം കൂടി സ്റ്റോപ്പിൽ കത്തിയടിച്ച് അവരിരുന്നു. മിത്രക്ക് പോകേണ്ട റൂട്ടിലേക്കുള്ള ബസ് വന്നെന്ന് രാധവനോട് യാത്ര പറഞ്ഞ് അവൾ ബസ്സിൽ കയറി. വീട്ടിൽ ആരും തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെ തനിച്ച് വീട്ടിലിരിക്കാൻ ആരും സമ്മതിക്കില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് മിത്ര ജംഗ്ഷനിൽ ബസ് ഇറങ്ങി നേരെ സൂപ്പർ മാർക്കറ്റിൽ ലക്ഷ്യം വെച്ച് നടന്നു. ആഹാ, കൊച്ചെന്തെന്ന് നേരത്തെ എന്റെ ക്ലാസ് ഇല്ലേ? ക്യാഷോറിലിരിക്കുന്ന ഐസക്ക് ബാഗും തൂക്കി മൂളിപ്പാട്ടും പാടി വരുന്ന മിത്രയെ കണ്ട് ചോദിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഇല്ല എന്നപ്പച്ചാ, അപ്പൊ ഞാനിങ്ങ് പോന്നു. കഴിച്ചിട്ടാണോ കൊച്ചേ വന്നത്? കഴിച്ചു. അപ്പച്ചൻ കഴിച്ചില്ലേ? മിത്ര ഐസക്കിന്റെ അടുത്തേക്ക് വന്ന് ബാഗ് മാറ്റി വെച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ല. അതെന്താ ഇത്ര നേരമായിട്ട് കഴിക്കാത്തത്?
നേരത്തെ കാലത്ത് കഴിക്കണമെന്ന് അറിയില്ല അപ്പച്ചന്. ഐസക്ക് പറഞ്ഞത് കേട്ട് മിത്ര ഊരക്ക് കൈ കൊടുത്ത് ഐസക്കിനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. എൻ്റെ കൊച്ചെ, ഇന്ന് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പകരം ഇരിക്കാൻ ആരെയും കിട്ടിയില്ല, അതുകൊണ്ട് കഴിക്കാൻ പോയില്ല. എന്നാ അപ്പച്ചൻ കഴിച്ചിട്ട് വാ, ഇപ്പം ഞാനുണ്ടല്ലോ, ഞാൻ ബില്ലാക്കിക്കൊള്ളാം ബാക്കി. അത് വേണോ കൊച്ചേ? വേണം, അപ്പച്ചൻ പോയാട്ടെ. മടിച്ചു നിൽക്കുന്ന ഐസക്കിനെ മിത്ര ബലമായി ഉന്തിത്തള്ളി ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു വിട്ടു. മിത്ര അവിടെ കയറിയിരുന്നു. ഇതേ സമയം മിത്ര ബസ്സിറങ്ങി നടക്കുന്നത് കണ്ട് അവളുടെ പിന്നാലെ ഫോളോ ചെയ്തെത്തിയതാണ് ദീക്ഷിത്ത്. അവൾ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി പോകുന്നത് കണ്ട് കുറച്ച് മാറി നിന്ന് അവളെ തന്നെ വീക്ഷിക്കുകയായിരുന്നു ദീക്ഷിത്ത്. ഐസക്കിനെ പറഞ്ഞു വിട്ട് ആ സ്ഥാനത്ത് കയറിയിരുന്ന് ജോലി ചെയ്യുന്ന മിത്രയെ കണ്ട് ദീക്ഷിത്ത് ദേഷ്യത്തിൽ സൂപ്പർ മാർക്കറ്റിൽ ലക്ഷ്യം വെച്ച് നടന്നു. ചേഞ്ച് ഉണ്ട് ചേട്ടാ? കസ്റ്റമർ നീട്ടി 5 രൂപയുടെ നോട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് മിത്ര അയാളോട് ചോദിച്ചു. ഇല്ല. എന്നാ ഈ 2 രൂപയ്ക്ക് ചേട്ടനെ മിഠായി എടുത്തോ. കണക്ക് കൃത്യമാക്കി സെൽഫിൽ നിന്ന് 100 രൂപയുടെ നോട്ട് എടുത്ത് അയാൾക്ക് കൊടുത്ത് ബാക്കി ചില്ലറ കൊടുക്കാതെ മിത്ര തൻ്റെ മുന്നിലുള്ള ടിന്നെടുത്ത് അതിൽ നിന്ന് 2 മിഠായി എടുത്ത് അയാൾക്ക് കൊടുത്തു. സാധനങ്ങളുടെ കിറ്റും എടുത്ത് അയാൾ പോയതും മിത്ര കണക്ക് ബുക്കിൽ പർച്ചേസ് കൃത്യമായി രേഖപ്പെടുത്തുമ്പോഴാണ് തൻ്റെ മുന്നിൽ ആരോ വന്നു നിൽക്കുന്ന പോലെ അവൾക്ക് തോന്നിയത്. മുഖമുയർത്തി നോക്കിയ മിത്ര തൻ്റെ മുന്നിലായി വലിഞ്ഞു മുറുകിയ മുഖവുമായിട്ട് നിൽക്കുന്ന ദീക്ഷിത്തിനെ കണ്ട് നെറ്റിച്ചു വിളിച്ച് അവനെ നോക്കി. സാറിനെന്താ വേണ്ടത്? മിത്ര തീർത്തും അവനെ അവഗണിച്ചുകൊണ്ട് ചോദിച്ചു. എന്ത് പണിയാ കുഞ്ഞിനെ ഈ കാണിക്കുന്നത്? നിനക്ക് ഇവിടെ ഇരുന്ന് ജോലി ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? വേറെ ആരെങ്കിലും ഇവിടെ ഇരുന്നോളും, നീ പോവാൻ നോക്ക്. ദീക്ഷിത് ദേഷ്യമടക്കി ആരും കേൾക്കാതിരിക്കാൻ ശബ്ദം താഴ്ത്തി മിത്രയോട് പറഞ്ഞു. ഹലോ ഹലോ ഹലോ, ഇത് പറഞ്ഞ് എങ്ങോട്ടായി പോകുന്നത്? എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ നിങ്ങളാരാ? കുഞ്ഞി, ഞാൻ നിന്റെ. ദീക്ഷിത്ത് പറയാൻ തുടങ്ങിയതും മിത്ര മതി എന്ന രീതിയിൽ കൈയുയർത്തിയവനെ തടഞ്ഞു. മുൻപ് പറഞ്ഞതൊന്നും ഇനിയും ആവർത്തിച്ച് പറയാൻ എനിക്ക് താല്പര്യമില്ല. സാറ് വെറുതെ വന്നതാണെങ്കിൽ പോയാട്ടെ, എനിക്കിതിൽ തിരക്കുണ്ട്. മിത്ര അവൻ്റെ പിന്നിലായി വാങ്ങിയ സാധനങ്ങൾ ബില്ലാക്കാൻ നിൽക്കുന്നവരെ നോക്കിക്കൊണ്ട് പറഞ്ഞതും ദീക്ഷിത് ദേഷ്യത്തിൽ അവിടുന്ന് പോയതും മിത്ര അവൻ പോയ വഴിയെ പുച്ഛത്തോടെ നോക്കി തൻ്റെ ജോലിയിൽ തിരിഞ്ഞു. ഐസക്ക് ഭക്ഷണം കഴിച്ച് വന്നതും അവൾ അയാളോട് കത്തിയടിച്ച് ഫോണും നോക്കി സമയം തള്ളി നീക്കി. ഡാനിയെയും കുഞ്ഞുട്ടിനെയും കൂട്ടി ഡേവിഡും മിത്രയെ വിളിക്കാൻ വന്നതും അവൾ അവരുടെ കൂടെ പോയി. മിത്ര കുളിച്ചലക്കിയ തുണികൾ അരയിൽ വിരിച്ചിട്ട് ഉമ്മറത്തേക്ക് വന്നപ്പോൾ കാണുന്നത് സ്റ്റെപ്പിലിരുന്ന് ബൂട്ട്സ് അയക്കുന്ന ഡാനിയെയും കുഞ്ഞുട്ടിനെയാണ്. കോളേജിൽ ഫുട്ബോൾ പ്രാക്ടീസ് ഇല്ലാത്ത ദിവസങ്ങളിൽ വൈകിട്ട് ഡാനി അടുത്തുള്ള പഞ്ചായത്ത് ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ പോകും. അല്ലട കുഞ്ഞുട്ടാ, നീ ഇതെങ്ങോട്ടാ? ഡാനിയുടെ അടുത്തിരുന്ന് ബൂട്ട്സ് കെട്ടുന്ന കുഞ്ഞുട്ടിനെ നോക്കി മിത്ര സംശയത്തോട് ചോദിച്ചു. ഇന്ന് ഞാനും കളിക്കാൻ പോകുന്നുണ്ട്. അതിന് നിന്റെ ചേട്ടായി സമ്മതിച്ചോ? എവിടെ? ഓടിക്കാൻ അവൻ കാല് പിടിച്ച് കയറുന്നു. അവിടെ ഏട്ടായി പകുതി സമ്മതം കൊടുത്തു. അതിൽ കെട്ടി ഒരുങ്ങി പോരുന്നതാ. ഡാനി കുഞ്ഞുട്ടിനെ നോക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും മിത്ര ചിരി അടക്കി നിർത്തി. ചേട്ടത്തി പേടിക്കണ്ട, ഇവിടെ ഏട്ടായി ഉണ്ടല്ലോ, ഞങ്ങൾ വേഗം വരാവേ. ഡാനിയുടെ കൂടെ പോകുന്നതിനിടയിൽ കുഞ്ഞുട്ടൻ പറഞ്ഞതും മിത്ര രണ്ടുപേർക്കും ചിരിയോടെ തിരിച്ച് കൈവീശി കാണിച്ച് മുടി തോർത്തിക്കൊണ്ട് ഉള്ളിലേക്ക് കയറിപ്പോയി. മിത്ര ഉള്ളിലേക്ക് വരുമ്പോൾ കാണുന്നത് ഫോണും നോക്കി സെറ്റിയിരിക്കുന്ന ഡേവിഡിനെയാണ്. അവനെ നോക്കി ഒരു മൂളിപ്പാട്ടോട് കൂടി മുടി തോർത്തിൽ പൊതിഞ്ഞ് കെട്ടിവെച്ച് ഡേവിഡിൻ്റെ അടുത്തേക്ക് പോയി അവൻ്റെ മടിയിൽ കയറിയിരുന്ന് കഴുത്തിലൂടെ കൈ ചുറ്റിപ്പിടിച്ച് അവൻ്റെ ചുണ്ടിൽ അമർത്തി മുത്തി. എണീറ്റ് ഓടാൻ നിന്നതും അതിനു മുമ്പായി ഡേവിഡ് മിത്രയെ പിടിച്ചു വലിച്ച് അവൻ്റെ മടിയിലേക്കിട്ട് മുറുകെ വലിഞ്ഞു മുറുക്കിയതും ഞെട്ടി മുഖം വീട്ടി നോക്കിയ ഡേവിഡിൻ്റെ മുഖഭാവം കണ്ട് പതിയെ ഒന്നിനിറക്കിയത്. മിത്രയുടെ നോട്ടം കണ്ടതും ഡേവിഡ് ഒന്നുകൂടെ അവളെ ചേർത്ത് പിടിച്ചു. മിത്രയുടെ ശരീരം അവൻ്റെ നെഞ്ചിൽ അമർന്നതും മിത്രയ്ക്ക് തന്നെ നെഞ്ച് പൊട്ടി പോകുന്നു തോന്നി. എന്താടി നിനക്ക്? കുറച്ച് ദിവസമായല്ലോ നിന്റെ ഈ ഇളക്കം തുടങ്ങിയിട്ട്, പറയാൻ. മിത്രയുടെ കവലിൽ കുത്തിപ്പിടിച്ച് ഡേവിഡ് ദേഷ്യത്തിൽ അലറിക്കൊണ്ട് ചോദിച്ചതും മിത്ര ആദ്യമായി അവൻ്റെ ദേഷ്യം കണ്ട് പേടിയോടെ ഡേവിയെ നോക്കിയിരുന്നു. ഇച്ചായ വേദനിക്കുന്നു. ഡേവിഡ് കവളിൽ കുത്തിപ്പിടിച്ചതും വേദന കൊണ്ട് മിത്ര പറഞ്ഞതും ഡേവിഡ് അവളുടെ കവളിൽ നിന്നും കൈകൾ അയച്ചൊന്ന് നിശ്വസിച്ചു. പറ, എന്താ നിന്റെ പ്രശ്നം? കുറച്ച് ദിവസമായല്ലോ ഈ മാറ്റം തുടങ്ങിയിട്ട്. പരമാവധി ദേഷ്യം കുറച്ചുകൊണ്ട് ഡേവിഡ് മിത്രയോട് ചോദിച്ചു. പറയാൻ. ഡേവിഡ് ശബ്ദം കടുപ്പിച്ച് പറഞ്ഞതും മിത്ര ഞെട്ടി അവനെ നോക്കി. അത് പിന്നെ ഈ ചായൻ എന്നോട് ഇഷ്ടമുണ്ടെന്ന് അറിയാനാ? ഇഷ്ടമുണ്ടെന്ന് അറിയാൻ ഇങ്ങനെയാണ് ചെയ്യണ്ടേ? ഡേവിഡ് ഗൗരവത്തിൽ ചോദിച്ചതും മിത്ര ആദ്യം പേടിച്ച് ആദ്യം തലയാട്ടി, പിന്നെ വിലങ്ങനെ അല്ലെന്ന രീതിയിലും. പിന്നെ ഡേവിഡിന്റെ ചോദ്യം കേട്ടതും മിത്ര തല താഴ്ത്തി. അത് മുഖത്ത് നോക്കി പറ ദേവാ. അത് പിന്നെ ഈ ചായൻ മറ്റേതാണെന്ന് ജാതു പറഞ്ഞു, അങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. മിത്ര ഡേവിഡിന്റെ മുഖത്ത് നോക്കി വിറച്ചുകൊണ്ട് പറഞ്ഞു. ഏതാണെന്നറിയാൻ? ഡേവിഡിന്റെ ചോദ്യം കേട്ടതും മിത്ര പരുങ്ങി. അത് പിന്നെ മിത്ര പരുങ്ങിക്കൊണ്ട് പറഞ്ഞത് കേട്ട് ഡേവിഡിന്റെ മുഖം ഒന്നുകൂടെ ദേഷ്യം കൊണ്ട് ചുവന്നു.
പെട്ടെന്ന് മിത്രയെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഡേവിഡ് അവളുടെ അധരങ്ങൾ കടിച്ചെടുത്ത് വായിലാക്കി നുണയാൻ തുടങ്ങിയതും മിത്രയുടെ കണ്ണുകൾ ഞെട്ടിലോടെ ബുൾസേ പോലെയായി. മിത്രയുടെ കൈകൾ ഡേവിഡിന്റെ ഇരു ഷോൾഡറിലും മുറുകി. ഒപ്പം ഡേവിഡിന്റെ കൈകൾ ടോപ്പിന്റെ സ്ലീവിനിടയിലൂടെ മിത്രയുടെ ഇടുപ്പിൽ അവന്റെ കരങ്ങൾ അമർന്നു. ഡേവിഡിന്റെ പല്ലുകൾ മിത്രയെ കീച്ചുണ്ടിൽ അമർന്നതും വേദന കൊണ്ട് മിത്രയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇപ്പൊ മനസ്സിലായോടെ നിനക്ക്? ശ്വാസം കിട്ടാതെ മിത്ര പിടഞ്ഞതും ഡേവിഡ് അവളുടെ അധരങ്ങളെ മോചിപ്പിച്ചുകൊണ്ട് മുറുകിയ മുഖത്തോട് ചോദിച്ചു, ഇനി മേല ഇതുപോലെ പലതും കൊണ്ട് വന്നാ ദേവാ, നിനക്കെന്നെ നല്ലത് കിട്ടും. കുറെ ഇഷ്ടമാണെന്ന് പറഞ്ഞ പുറകെ നടന്നിട്ട് ഇച്ചാനൊരു മാറ്റമല്ല. അതൊക്കെ കൂടിയായപ്പോൾ അറിയാതെ സംശയിച്ചു പോയതാ. ഇച്ചാനോട് നേരിട്ട് ചോദിക്കാൻ മടിച്ച ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയത്. ഇച്ചാൻ ഇഷ്ടമല്ലെങ്കിൽ ക്ഷമിക്കണം. ഇനി ശല്യം ചെയ്യാൻ ഞാൻ വരില്ല. ഡേവിഡിന്റെ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയ മുഖം കണ്ട് പേടിയോടെ കണ്ണു നിറച്ച് മിത്ര അതും പറഞ്ഞ് കരഞ്ഞ് അവന്റെ മടിയിൽ നിന്ന് എണീറ്റ് ഓടിപ്പോയതും ഡേവിഡ് അവൾ പോയ വഴിയെ നോക്കി പല്ലെറിമ്പി സെറ്റിയിലേക്ക് ചാരിയിരുന്നു.